നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ ഭൂമി വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ഗ്രഹമാണ്. വലിയ അത്ഭുതം നമ്മൾ ഇത് പഠിക്കും തോറും അത്ഭുതങ്ങൾ കൂടി വരാണ്. ഈ 23 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നത് പോലും നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ അനവധിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് പൊട്ടി വീഴുന്ന വാൽനക്ഷത്രം അല്ലെങ്കിൽ പാറക്കല്ലുകളൊക്കെ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്ന് വീഴാതെ വ്യാഴം വലിച്ചെടുക്കുകയാണെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. അപ്പോൾ ഈ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അതായത് എർത്ത് ഹാസ് ഇനഫ് ഫോർ അവർ നീഡ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് ഇനഫ് ഫോർ അവർ ഗ്രീഡ്. നമ്മുടെ കൊതിക്ക് അനുസരിച്ചുള്ള ഭൂമിയില്ല, പക്ഷെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാം ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിക്കണം, ഈ പ്ലാനറ്റിനെ. അതാണ് പരിസ്ഥിതി ദിനം ജൂൺ 5 1972 UN അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഈ പരിസ്ഥിതിയുടെ പ്രാധാന്യം, നല്ല വായു, നല്ല ജലം, നല്ല മണ്ണ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും, മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ഭൂമി, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമി എന്നുള്ള തിരിച്ചറിവ്, ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ദിവസം ഇന്നിങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മളിന്ന് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഈ വൃക്ഷത്തൈകൾ നട്ട്, നമുക്കറിയാം വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. ഞാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ലോകമെമ്പാടും ഇന്ന് വൃക്ഷത്തൈകൾ നട്ടും നമ്മൾ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അങ്കമാലി യൂത്ത് വിങ്, നിയോജകമണ്ഡലം യൂത്ത് വിങ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു. അതുപോലെ നമ്മുടെ ഹൈസ്കൂളിൻ്റെ മിനി ടീച്ചർ അടക്കമുള്ള ടീച്ചേഴ്സ് ഇവിടെ നമുക്കതിന് വേണ്ടിയുള്ള നല്ല സൗകര്യമൊരുക്കി. ഈ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അങ്കമാലിക്കാർക്ക് ഒരു പ്രത്യേക വികാരമാണ്. ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ പഠിച്ച ഈ വിദ്യാലയത്തിൽ മനോഹരമായ ഒരു തോട്ടം ഇതുപോലെ പലരും വന്ന് ഇവിടെ പല വൃക്ഷത്തൈകളും വെച്ചിട്ടുണ്ട്. വൃക്ഷത്തൈകൾ സംരക്ഷിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ എല്ലാ പ്രമുഖ വ്യക്തികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ മംഗളങ്ങളും ആശംസകളും ആദ്യമായിട്ട് അർപ്പിക്കുകയാണ്. പരിസ്ഥിതി ദിനമാണ്, നമുക്കറിയാം. 2-3 കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്താം. നമുക്ക് ആഗോള താപനമാണ് ഇന്നിപ്പോൾ ഏറ്റവും നമ്മൾ നേരിടുന്ന വലിയൊരു വിഷയം. അതിന് മറുപടി എന്ന് പറയുന്നത് മരമാണ് മറുപടി എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ ദിവസം ഇന്ന് വൃക്ഷത്തൈകൾ നട്ട് ഈ ദിവസത്തിനെ വരവേൽക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മറ്റ് 1-2 കാര്യം കൂടി, നമ്മുടെ കാർബൺ എമിഷൻ, അത് വലിയൊരു നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഈ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന പെട്രോൾ, ഡീസൽ മുതലായവ ഉപയോഗിച്ച് നടത്തുന്ന വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് കാർബൺ ആണ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. അതിൻ്റെ ഭാഗമായി ചൂടിൻ്റെ ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രാജ്യ തലസ്ഥാനം ഡൽഹിയിൽ ഇന്നിപ്പോൾ ശുദ്ധവായു ലഭിക്കാതെ വലിയൊരു പ്രതിസന്ധി, പ്രത്യേകിച്ച് മഞ്ഞുകാലം ഡിസംബർ മാസത്തിലൊക്കെയാണ് അത് ഏറ്റവും തീവ്രമാകുന്നത്. ഈ നിലയിൽ പോയാൽ കേരളത്തിലും അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളമാണ് നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മലിനരഹിതമായ ഒരു ഭൂമി, വായു, വെള്ളം, ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ്. നമുക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി. അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർ കൈമാറി തന്ന ഈ മനോഹരമായ ഭൂമി ഇതിലും മനോഹരമാക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഇത് വലിയ പരിസ്ഥിതിക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തുന്ന ഈ ചെറിയ ഒരു പരിപാടിയാണെങ്കിൽ പോലും ഇന്ന് ഈ നഗരമധ്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഭൂമിയുള്ള ഒരു സ്ഥാപനം വേറെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിനെ പോലെ. ഇപ്പോൾ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരപ്പറമ്പിൽ തേക്കിൻകാട് മൈതാനം എന്നാണ് അറിയപ്പെടുക. അത്രയും തിരക്കുള്ള കോർപ്പറേഷൻ്റെ മധ്യത്തിൽ തന്നെ ഒരു കാട് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന്നും പരിപാലിച്ച് അതുപോലെ തന്നെ കൊണ്ടുപോവുകയാണ്. അതിനൊക്കെ സാധ്യതയുള്ള, ചെറിയ തരത്തിലെങ്കിലും സാധ്യതയുള്ള സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഭാവിയിൽ ഒരു നല്ല ഒരു വനം, ഒരു ചെറുവനമായി അതിൻ്റെ ഉള്ളിൽ തന്നെ പഴയതുപോലെ ഒരു വിദ്യ അർപ്പിക്കുന്ന ഒരു സ്ഥലമായി മാറാനും കൂടി ഈ അവസരം ഉപയോഗമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദിനം ആചരിക്കുന്ന ആ ഒരു ദിവസത്തേക്ക് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിൽ പതിവായി ഇതിനെ പരിപാലിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി അതിന് മുന്നൊരുക്കമായിട്ട് എല്ലാവരെയും ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട മർച്ചൻ്റ് അസോസിയേഷൻ ഉണ്ട്, ലയൺസ് ക്ലബ്ബ് ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, എല്ലാവരും ഒത്തുചേർന്ന് സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം. കുട്ടികളിൽ ഇതെന്താ ഈ
ആത്മീയ ചൈതന്യം. ഇതൊരു ആത്മീയ ചൈതന്യമാണ്. നമ്മൾക്ക് വളരുന്ന അതേപോലെ തന്നെ ഇവിടെ പ്രകൃതിയിൽ മറ്റുള്ള ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള ഭൂമിയാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. ആ കർത്തവ്യബോധ്യം മക്കളിൽ വളർത്താനായിട്ട് നിങ്ങളൊരു പ്രചോദനമായതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേക പങ്കുണ്ട് ഈ ഒരു കാര്യത്തിൽ. അത് അതൊരു വശം. സ്കൂളിലെ കുട്ടികൾ തന്നെ 1ാം ക്ലാസ് തൊട്ട് വരുന്ന കുട്ടികളാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ അവബോധം ഉണ്ടാവേണ്ടവർ. അപ്പോൾ അവരും ഇതിൽ കൂടുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമാണ്, അഭിനന്ദനാർഹമാണ്. ആ രീതിയിൽ മുന്നോട്ട് വന്ന യൂത്ത് വിംഗ് ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലയുടെ ഇപ്പം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഈ അങ്കമാലി നിയോജകമണ്ഡലത്തിൻ്റെ ഈ തെരഞ്ഞെടുത്ത് ഏറെ അഭിമാനമാണ് ഇന്ന്. അതോടൊപ്പം ഞാൻ ഓർക്കുകയാണ് 96 കാലഘട്ടങ്ങളിൽ ഞാൻ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയമാണ്. ഏറെ സന്തോഷമുണ്ട് എനിക്കിന്ന്. കാരണം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരുപാട് പുരോഗതി ഇന്നും നിലനിൽക്കുന്നു. നമ്മളിനിയും ടീച്ചർ പറഞ്ഞ പോലെ അടുത്ത വർഷങ്ങളിൽ നമ്മളിതുപോലെ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ഇതുപോലെ വലിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിലേക്ക് നന്നായിട്ട് എന്താ പറയുക, പണ്ടൊക്കെ മാവുമ്മ എറിയുന്നൊരു കാലഘട്ടങ്ങളുണ്ടായി. ഇന്നൊക്കെ അതിൽ മാറി നിൽക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഇന്നുണ്ട്. അതൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറ മാവുമ്മയ്ക്ക് കല്ലെറിയാനുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവണം ഞാൻ പറയാം. ഞങ്ങളുടെ മുൻ അച്ഛൻ വച്ച് പിടിപ്പിച്ച് അതിന് വേണ്ടിയിട്ട് ഇവരെ ഒരുക്കി കൊണ്ടുവരുന്നുണ്ട്. മാവുണ്ടായാലും പിള്ളേർക്ക് തന്നെ പറിച്ച് തിന്നാനും കുമ്പളൊക്കെ ഇട്ട് കൊടുക്കലും. അപ്പോൾ ഈ വേദിയിൽ വന്ന് എല്ലാവർക്കും ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എത്തിയുള്ള അഭിമാനത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ കുട്ടികളോട് പറയാനുള്ളത്, ഞങ്ങളിപ്പം ഇവിടെ തന്നിട്ട് പോവും, അല്ലെങ്കിൽ ഞങ്ങളിവിടെ കുഴിച്ചിട്ട് പോവും, അത് പരിപാലിക്കേണ്ടത് നിങ്ങളാണ്. അപ്പം ഈ വരുന്ന വർഷവും അടുത്ത വർഷങ്ങളായാലും നിങ്ങൾ ഈ മീറ്റിങ്ങിൽ ജസ്റ്റ് ഒരു വന്നതിന് പകരം അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ പരിപാലിച്ച് അതിനെ ഇതിലും വലുതായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഈ പരിപാടി പങ്കെടുപ്പിച്ച എല്ലാ വ്യക്തികൾക്കുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇവിടെ നോക്കി നോക്കാം, ജസ്റ്റ് ഒന്ന് എല്ലാവരും നനയ്ക്കണം കേട്ടോ.